ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ CC എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് CC എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും. ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന CC എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് വെക്കണം. എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ? എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിലെ വിവരങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെ വിവരങ്ങളൊക്കെ തന്നെ വസുമതിയെ വിളിച്ചറിയിക്കുകയായിരുന്നു അഷിത. അഷിതയ്ക്കും പൃഥ്വിക്കും നേരെ ചെറുക്കലേക്ക് വരുന്നതിന് വേണ്ട ഗിഫ്റ്റുകളൊക്കെ പൂർണിമ നേരത്തെ വാങ്ങിച്ചു വെച്ചതും അതൊക്കെ ചന്ദ്രമതി പറയുന്നത് പോലെ താനാണ് ആ വീട്ടിലെ വലിയ ആളെന്നും തൻ്റെ കയ്യിലാണ് അധികാരം മുഴുവൻ ഉള്ളത് എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പെരുമാറ്റമാണ് പൂർണിമയുടെ ഭാഗത്തു നിന്നുള്ളതെന്നും ഒക്കെ ചന്ദ്രമതി പറഞ്ഞ് അതേ ആംഗിൾ തന്നെ അശ്വതിയും ചിന്തിച്ചു. അത് കേട്ടതും വസുമതിയും പറഞ്ഞു, അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. എന്തായാലും തൽക്കാലം നീ ഒരു കാര്യം മനസ്സിലാക്കണം മോളെ. ഇപ്പോ പൂർണിമ കാരണമാണ് മോൾ അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യം പൂർണിമയെ പിണക്കുന്നത് ശരിയല്ല. എന്നാൽ ചന്ദ്രമതിയെയും പിണക്കാതെ വേണം മോള് കൈകാര്യം ചെയ്യാനായിട്ട്. രണ്ടുപേരുടെ അടുത്ത് ചെല്ലുമ്പോൾ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം മോള് പെരുമാറാനും സംസാരിക്കാനും. ആരെയും തൽക്കാലം പിണക്കാൻ മോള് ഉദ്ദേശിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നെ മോൾ എന്ത് കാര്യം ചെയ്താലും അമ്മയോടുകൂടി സംസാരിച്ചിട്ട് അമ്മയോടുകൂടി അതിനെക്കുറിച്ച് ചോദിച്ചിട്ടേ മോൾ എന്ത് തീരുമാനം എടുക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ അമ്മേ എന്ന് പറഞ്ഞ് അഷിത ഫോൺ വെക്കുന്നു. പിന്നെ എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്നും എന്തായാലും ഇനി ഇക്കാര്യം ഓർത്ത് അമ്മ ടെൻഷൻ ആവേണ്ടതില്ലെന്നും ഞാനെല്ലാം നോക്കി കണ്ടും ചെയ്തോളാമെന്ന് അറിയിച്ചു. അപ്പോഴാണ് ദുർഗ തൻ്റെ ഫോണിലേക്ക് സഞ്ജയ് അയച്ച ആ മെസ്സേജ്, ഇമെയിൽ ID എല്ലാം അത് കൃത്യമായി തന്നെ കിരണിന് ഫോർവേഡ് ചെയ്ത് എന്നിട്ട് കിരണിനെ വിളിച്ച് പറഞ്ഞു, ഇത് എനിക്ക് നമ്മുടെ ആ ഇൻഫോമർ അയച്ചു തന്നതാണ് ഈ ഡീറ്റെയിൽസ്. ഇത് കിരൺ ഒന്ന് ചെക്ക് ചെയ്തേക്ക്, എന്തെങ്കിലും കൂടുതൽ ലീഡ് കിട്ടിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞതും പിന്നെ കിച്ചണിലെ ജോലി ചെയ്യാനായിട്ട് ദുർഗ നേരെ കിച്ചണിലേക്ക് എത്തി. അവിടെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ദുർഗയുടെ അടുത്തേക്ക് ഗിരിജയും വസുമതിയും എത്തിയത്. രണ്ടുപേരും കൂടി നാളെ പൃഥ്വിയും അക്ഷരയും വിരുന്നുണ്ടാൻ വരുന്നുണ്ടെന്നും അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ നീ തന്നെ റെഡിയാക്കി വെച്ചിരിക്കണമെന്നും പിന്നെ നിന്നോട് ഇക്കാര്യം ഞങ്ങൾ പറഞ്ഞുവെന്നും നിന്നെ ഈ ചുമതല ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് പരാതിയോ മറ്റോ ആയിട്ട് പോവുകയോ അമ്മയുടെ സപ്പോർട്ട് പിടിച്ചെടുക്കാൻ നീ ശ്രമിക്കുകയോ ചെയ്താൽ പിന്നെ നിന്നെ ഞങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാവല്ലോ എന്നെല്ലാം ഗിരിജയും വസുമതിയും ദുർഗയെ താക്കീത് ചെയ്യുന്നു. അതെല്ലാം കേട്ടതും ദുർഗ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ അങ്ങനെയൊന്നും പരാതിപ്പെടില്ല എന്നറിയിച്ചു. പിന്നെ ഒരു കാര്യം, നാളെ കൃത്യമായി നല്ല ഭക്ഷണം തന്നെ നീ ഉണ്ടാക്കിയിരിക്കണം. വായി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം തന്നെ. കാരണം നാളെ ഇവിടേക്ക് അശ്വതിയും പൃഥ്വിയും കൂടി വിരുന്നുണ്ണാൻ വരികയല്ലേ. അപ്പോൾ നിന്റെ ഈ അസൂയയും കുശുമ്പും കാരണം ഭക്ഷണത്തിൽ എന്തെങ്കിലും മായം കലർത്തുകയോ ഭക്ഷണം മോശമാക്കുകയോ ചെയ്യരുത്. അവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് നമുക്ക് അവരാഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ വീട്ടിലെത്തുമ്പോൾ രുചികരമായ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ അശ്വതിയോട് എനിക്ക് എന്തിനാണ് കുശുമ്പൊക്കെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അത് കേട്ട ഉടനെ വസുമതിയും ഗിരിജയും പറഞ്ഞു, നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവമല്ലേ, അപ്പൊ പിന്നെ നീ അങ്ങനെ കാണിക്കാതിരിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കിട്ടുന്ന അവസരത്തിലൊക്കെ ദുർഗയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴേക്കും അടുക്കളയിൽ എന്തോ അടുക്കി പിടിച്ച പോലെ ഒരു മണം വരുന്നത് കണ്ട് ദുർഗയോട് വേഗം പോയി നോക്കാൻ പറഞ്ഞു. അവിടെ എന്തേലും വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുക അവള്, വേഗം പോയി അടുക്കള ചെന്ന് നോക്കടി എന്താന്ന് എന്ന് പറഞ്ഞ് ദുർഗ അവിടെ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം വസുമതി ഗിരിജയോട് അശ്വത വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയിച്ചു. പൂർണിമ വീട്ടിൽ വലിയ അധികാരമൊക്കെ കാണിക്കുന്നതും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പൂർണിമ ഏറ്റെടുത്ത് ചെയ്തതുമൊക്കെ അത്ര മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് കേട്ട ഗിരിജയും പറഞ്ഞു, അത് ശരിയാണല്ലോ, എല്ലാ കാര്യത്തിലും ഈ പൂർണിമ എന്തിനാ കയറി ഇടപെടുന്നത് എന്ന് പറഞ്ഞു. എന്തായാലും എടുത്തി നാത്തവും പറഞ്ഞു കൊടുത്ത കാര്യം ശരി തന്നെയാ. തൽക്കാലം അവരെ ആരെയും പിണക്കാൻ നിൽക്കാതിരിക്കുന്നത് നല്ലത്. ഇപ്പോൾ അഷിക്ക് അവിടെ ഒരു
ആ വീട്ടിൽ ഒരു സ്ഥാനമുണ്ടല്ലോ, അത് അക്ഷയായിട്ട് തന്നെ കളഞ്ഞു പൊളിക്കാൻ പാടില്ല എന്ന് അവർ പരസ്പരം സംസാരിച്ചു. അതിനുശേഷം പൂർണിമയുടെ ഫോൺ എടുത്ത് ധനുമോൾ സഞ്ജയ് വിളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് പൂർണിമ എത്തിയത്. ഉടനെ തന്നെ ഫോണുമായിട്ട് വേഗം ടേബിളിന് അടിയിൽ ഒളിച്ചതും അതുവഴി വരുന്ന പൂർണിമ ധുനിയെ വിളിച്ചു. ഉടനെ ധുനിയോട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ വിളിക്കണമെന്ന് ധുനി ആവശ്യപ്പെട്ടു. പൂർണിമ അത് വേണ്ടെന്ന് പറയുമ്പോഴേക്കും വീണ്ടും ധുനി അച്ഛനോട് സംസാരിക്കണമെന്ന് തന്നെ പറഞ്ഞു. ഒടുവിൽ പൂർണിമ ധ്വനിയുടെ വാശിക്കൊപ്പം നിന്ന് സഞ്ജയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. സഞ്ജയ് കോൾ എടുത്ത് ധ്വനിമോളോട് സംസാരിക്കുകയും ധ്വനിമോളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്ന് പൂർണിമ അതെല്ലാം ആസ്വദിച്ച് നിൽക്കുമ്പോൾ ധ്വനി ഒത്തിരി സന്തോഷത്തോടെ അച്ഛനോട് സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കുന്നത് കണ്ടതും സഞ്ജയുടെയും ധ്വനിയുടെയും പരസ്പരമുള്ള സ്നേഹവും അവർക്കിടയിലുള്ള ആ സന്തോഷവും രണ്ടുപേരും കാണുമ്പോഴുള്ള ആ സ്നേഹവും ഒക്കെ നോക്കിക്കാണുന്ന പൂർണിമയുടെ മനസ്സിൽ താൻ ചെയ്തത് വലിയ തെറ്റായി പോയോ എന്നും തൻ്റെ തീരുമാനം തെറ്റായി പോയോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അതിനുശേഷം പൂർണിമയും സഞ്ജയും അവരുടെ പഴയ കഥകളെല്ലാം ഓർത്തു പോന്നു. അവരൊന്നിച്ചുണ്ടായിരുന്നപ്പോൾ ധനുമോളെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും കൊഞ്ചിച്ചതും സ്നേഹിച്ചതും അവരോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളും രണ്ടുപേരും ചേർന്ന് നിന്ന് ചെയ്ത കാര്യങ്ങളുമൊക്കെ ഓർത്ത് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പൂർണിമ വിഷമത്തോടെ ധനിയെ നോക്കുമ്പോൾ സഞ്ജയുടെ മനസ്സിൽ സഞ്ജയും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പൂർണിമയെക്കുറിച്ച് ഓർത്ത് രണ്ടുപേരും എടുത്ത തീരുമാനം തെറ്റായി പോയോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിനെ അലട്ടി. പിന്നീട് പിറ്റേന്ന് രാവിലെ അഭിഷേക് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് എത്തിയതും വസുമതിയും ഗിരിജയും കൂടി അഭിഷേകിനെ ചോദ്യം ചെയ്തു. നിന്നോട് പറഞ്ഞൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ അല്ലേ, മട്ടൻ നീ വാങ്ങിച്ചോടാ എന്ന് ചോദിച്ചപ്പം മട്ടൻ വാങ്ങിച്ചില്ല, ചിക്കനും മീനും ബീഫും ഒക്കെ ഉണ്ടല്ലോ, തൽക്കാലം അങ്ങോട്ട് വിളിച്ച് ചോദിക്കുക എന്തൊക്കെയാ വേണ്ടതെന്ന്, എന്നാ പിന്നെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പം മട്ടൺ ഇല്ല എന്ന് വെച്ച് ഇവിടെ ഭക്ഷണം കഴിക്കാതെ ആരും പോകുന്നൊന്നും ഇല്ലല്ലോ, തിന്നാൻ വേണ്ടി മാത്രമല്ലല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യരെ മെനക്കെടുത്താനെന്നും പറഞ്ഞ് അഭിഷേക് സാധനങ്ങളൊക്കെ നേരെ ഗിരിജയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എടാ നീ പോയി മട്ടൻ മേടിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞതും എന്നെ കൊണ്ട് പറ്റില്ല ഇനി പോകാനെന്ന് പറഞ്ഞ് അഭിഷേക് ദേഷ്യപ്പെട്ടു പോന്നു. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ദുർഗയെ നോക്കി വസുമതിയും ഗിരിജയും ദുർഗയുടെ നേരെ തിരിഞ്ഞു. ദുർഗയോട് മര്യാദയ്ക്ക് പോയി മട്ടൻ മേടിച്ചിട്ട് വരാനും ദുർഗ തന്നെ അത് ഉണ്ടാക്കാനും ദുർഗയോട് അറിയിച്ചു. അപ്പോഴാണ് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയ ജോർജ് സാറിനെ കാണാനായിട്ട് അവിടുത്തെ ചായക്കടയിൽ കുട്ടൻ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടൻപിള്ളയെ കണ്ടതും അരികിലേക്ക് എത്തി കുട്ടൻപിള്ളയോട് ജോർജ് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. ജോർജ് സാറിന് ഈ സമയത്ത് ഇതിലെ വരുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് സാറിനെ കാണാൻ വേണ്ടി തന്നെ എന്നോട് നിൽക്കുകയായിരുന്നു എന്ന് അപ്പോൾ ജോർജ് സാർ ചോദിച്ചു, അപ്പോൾ കുട്ടൻ എന്തോ എന്നെക്കുറിച്ച് എൻ്റെ അടുത്തൊന്നും അറിയാനുണ്ടല്ലോ, എന്താ കുട്ടാ എന്ന് ചോദിച്ചതും കുട്ടൻപിള്ള പറഞ്ഞു, അതെ സാറേ, എനിക്ക് വേറൊന്നുമല്ല, ദുർഗമോളെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. എന്താടോ തനിക്ക് ഇപ്പോ അണ്ടർ കവർ പോലീസ് ടീമിൽ നിന്ന് തനിക്ക് പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം വേണ്ട സാറേ, എനിക്ക് ഇനി വേറൊരു ടീമിലേക്കും പോകണ്ട. ആദ്യം ഈ ടീം എന്ന് പറഞ്ഞപ്പോ ആദ്യം എനിക്കൊരു താല്പര്യമില്ലായിരുന്നെങ്കിലും ഇപ്പോ ഈ ടീം വിട്ടു പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എത്ര നാള് വേണമെങ്കിലും ഇനി റിട്ടയർ ആകുന്നത് വരെയും ഞാൻ ഈ ടീമിൽ തന്നെ നിന്നോളാം സാറേ, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി ടീം എന്ന് പറഞ്ഞു. അത് കേട്ടതും ജോർജ് പറഞ്ഞു, അതെ, JDയുടെ ടീം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കേസുകളും വളരെ കൃത്യമായി തന്നെ അതിന്റെ അന്വേഷണം പൂർത്തിയാക്കുകയും അതിന്റെ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും JDയുടെ ടീമിൽ കുട്ടനെയും കൂടി ചേർക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടൻ ചോദിച്ചു, അല്ല ഇതില് എനിക്കൊരു കാര്യം അറിയണം സാറേ, എങ്ങനെയാണ് ദുർഗമോളെ സാറ് സെലക്ട് ചെയ്തത്, അതറിയാൻ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ദുർഗയും ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരു കോളേജില് അവിടുത്തെ റിപ്പബ്ലിക് ഡേയുടെ ദിവസം അവിടുത്തെ കുട്ടികളെയൊക്കെ കാണുവാനായിട്ട് ചെന്നിരുന്നു. അന്ന് അവിടെ യുവജനം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും യുവജനം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നൽകേണ്ടുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ നേട്ടങ്ങൾ, അവരാൽ ഉണ്ടാക്കിയെടുക്കേണ്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ഈ രാജ്യത്തിന്റെ സമ്പത്തെന്ന് പറയുന്നത് ഈ യുവജനത തന്നെയാണെന്നുമൊക്കെയുള്ള അക്കാര്യങ്ങൾ കുട്ടികളിലേക്ക്, ആ അവബോധം കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് താനും വന്ന് അവിടെ പോയിരുന്നുവെന്നും അവിടെ വെച്ച് കുട്ടികൾ ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് വിശദമായി അവരുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നതിനിടയിൽ എനിക്ക് ഒരു പെൺകുട്ടിയുടെ
അവളുടെ അഭിപ്രായങ്ങളും അവളുടെ പ്രസംഗവും വല്ലാതെ എന്നെ സ്ട്രൈക്ക് ചെയ്തു. നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും നാടിന്റെ നേട്ടത്തിന് വേണ്ടിയും വേണം നമ്മൾ നിലകൊള്ളാനെന്നും നമ്മുടെ ബുദ്ധിയും ശക്തിയും അതിനു വേണ്ടി വേണം പ്രയോജനപ്പെടുത്താനെന്നും പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി അവളുടെ ഉള്ളിൽ ഒരു തീ ഉണ്ടെന്ന്. അത് അവൾ തന്നെ അങ്ങനെ ഇല്ലാതാക്കി കളയേണ്ടതല്ലെന്നും അവളെ ഒരു IPS ആക്കണമെന്നും എനിക്ക് ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ അവളെ ട്രെയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ ആ കോളേജിൽ ദുർഗയെ കാണുവാനായിട്ടെത്തി. അന്നത്തെ ആ പ്രസംഗം തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ട് സിവിൽ സർവീസ് എക്സാം എഴുതുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും കുട്ടിക്കുണ്ടെന്നും അതിനുവേണ്ടി നന്നായി പഠിക്കണമെന്നും അതിനു വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്യുമെന്നും അറിയിച്ചു. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്നും പക്ഷേ അതിന് എന്നെ സഹായിക്കാൻ ആരുമില്ല സർ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദുർഗയ്ക്ക് പഠിക്കാനുള്ള ബുക്സും നോട്ടുകളും ഒക്കെ ആയിട്ട് ജോർജ് സാറ് അന്ന് ദുർഗയുടെ അടുത്തേക്ക് എത്തിയതും ദുർഗയ്ക്ക് സിവിൽ സർവീസിന് വേണ്ടുന്ന എല്ലാ ടെക്സ്റ്റുകളും അന്ന് ജോർജ് സാർ കൊണ്ടുചെന്ന് കൊടുത്തു. അതെല്ലാം വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ ദുർഗ അതെല്ലാം പഠിക്കുകയും ചെയ്തു. അതിനുശേഷം എക്സാം എഴുതുകയും അതിലെല്ലാം ഫസ്റ്റ് റാങ്കിൽ തന്നെ ദുർഗ പാസ്സാകുകയും ചെയ്തു. അന്നത്തെ ദുർഗയുടെ ആ നേട്ടങ്ങൾ മറ്റ് മാധ്യമങ്ങളിലോ അല്ലാതെ മറ്റ് TV ചാനലിലോ ഒന്നും തന്നെ വാർത്തയായി വരാതിരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ ചെയ്യുകയും ചെയ്തു. ഒരു കാരണവശാലും അത് ഒരു രീതിയിലും പബ്ലിസിറ്റി നേടുന്ന കാര്യങ്ങളായി മാറാതിരിക്കാൻ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തുവെന്ന് ജോർജ് സാർ അറിയിച്ചു. അതിനുശേഷം അപ്പോൾ ഈ സിവിൽ സർവീസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുണ്ടായിട്ടും IAS ചൂസ് ചെയ്യാനായിട്ട് കഴിവുള്ള കുട്ടിയാണെങ്കിൽ പോലും അവൾ IPS ആണ് തിരഞ്ഞെടുത്തത്. അവളുടെ അമ്മയുടെ മരണം സംഭവിച്ച അല്ലെങ്കിൽ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താനുള്ള അമ്മയുടെ അന്നത്തെ ആ മരണത്തിന് പിന്നിലത്തെ ദുരൂഹത തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോഴേക്കും കുട്ടൻ ചോദിച്ചു, അല്ല ഈ ട്രെയിനിങ് പീരീഡ് ഒക്കെ എങ്ങനെയായിരുന്നു സാറേ മറ്റുള്ളവർ അറിയാതെ സാറ് കൈകാര്യം ചെയ്ത് എന്ന് അന്വേഷിച്ചപ്പോൾ ദുർഗ അന്ന് ട്രെയിനിങ്ങിന് പോയത് PGക്ക് പഠിക്കാനാണെന്ന് പറഞ്ഞാണ്. PG ക്ലാസ്സിന് ചേരാനായിട്ട് അന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുകയാണ് എന്ന ധാരണയിൽ അന്ന് സിവിൽ സർവീസിന്റെ എക്സാം എല്ലാം പാസ്സായി കോച്ചിങ്ങിന് വേണ്ടി നേരെ വന്നത്. അന്ന് അക്കാഡമിയിൽ വന്ന് കോച്ചിങ്ങിൽ പങ്കെടുക്കുകയും എല്ലാത്തിലും ഫസ്റ്റിൽ തന്നെ ദുർഗ പാസ്സാകുകയും ചെയ്തു. അവിടുത്തെ ഏറ്റവും മികച്ച കേഡറ്റായി തന്നെയാണ് ദുർഗ അവിടുന്ന് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവളായി മാറുകയും ചെയ്തു. അപ്പോഴേക്കും കുട്ടൻ ചോദിച്ചു, അപ്പൊ പിന്നെ ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു സാർ എന്ന് ചോദിച്ചതും ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ അണ്ടർ കവർ ഓഫീസറായിട്ട് തന്നെയായിരുന്നു. അന്ന് തൻ്റെ ടീമിലേക്ക് വന്നപ്പോൾ എല്ലാവരും ദുർഗയെ പരിചയപ്പെടാനായിട്ട് അണ്ടർ കവർ ടീമിലുള്ള മറ്റുള്ളവരെ എല്ലാവരെയും ദുർഗയ്ക്ക് കാണിച്ചു കൊടുക്കാൻ താൻ അവിടേക്ക് വിളിപ്പിച്ചപ്പോൾ ദുർഗ യൂണിഫോം അണിഞ്ഞ് തന്റെ മുന്നിലേക്ക് വന്നതെന്ന് ആ നിമിഷത്തെക്കുറിച്ച് ജോർജ് സാർ അറിയിച്ചു. അന്ന് അവർക്ക് ആ സമയത്താണ് ദുർഗയുടെ മുന്നിലേക്ക് കിരണും എത്തിയത്. കിരണിനെ കണ്ടതും ദുർഗ വല്ലാതെ അതിശയപ്പെട്ടു. കിരണും അണ്ടർ കവർ ടീമിലെ ഒരു ഓഫീസറാണെന്ന് അറിഞ്ഞപ്പോൾ ദുർഗയ്ക്ക് വലിയ സന്തോഷമായി. രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെയാണെന്നും അവിടുത്തെ പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് കിരൺ താമസിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കിരണും ദുർഗയും ഒരേ വീട്ടിൽ നിന്ന് വരുന്ന ഒരേ ടീമിലെ അംഗങ്ങളാകുമ്പോൾ കൂടുതൽ കേസിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അതിന്റെ തെളിവുകൾ കണ്ടെത്താനും നിങ്ങൾക്ക് കൂടുതൽ അത് സഹായകമാകുമെന്നും ജോർജ് സാർ അന്ന് അവരോട് പറഞ്ഞു. അതിനുശേഷം അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി മാറുകയും ചെയ്തുവെന്നും ഇതുവരെ JDയുടെ ടീം അന്വേഷിച്ചതെല്ലാം തന്നെ വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ കേസ് മാത്രമാണ് ഇപ്പോഴും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജയശ്രീ മേഡത്തിന്റെ അന്നത്തെ മരണത്തെക്കുറിച്ചുള്ള കേസ്. ആ ഫയലിന്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടമ്പിള്ള പറഞ്ഞു, ഞാനും ആ കേസിന്റെ പിന്നാലെ തന്നെയാണ് സാർ. എനിക്കും കുറെ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. ഞാൻ അന്നത്തെ ജയശ്രീ മേഡത്തിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നുകൊണ്ട് ജയശ്രീ ചേച്ചിയുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കും വല്ലാത്ത വേദന തോന്നി. എന്തായാലും ജയശ്രീ ചേച്ചിയുടെ മരണത്തിന് കാരണക്കാരായവരെ തീർച്ചയായിട്ടും കണ്ടെത്താൻ ഞാനും ഒപ്പം ചേരുമെന്ന് കുട്ടമ്പിള്ള ജോർജ് സാറിന് വാക്ക് നൽകുന്നു. അതിനുശേഷം പൃഥ്വിയും അഷിതയും കൂടി ചിറക്കിലേക്ക് പുറപ്പെടാനായിട്ട് റെഡിയാവുകയാണ്. അഷിത ഒരുങ്ങുന്നതിനിടയിൽ പൃഥ്വി അവിടേക്ക് എത്തി അഷിതയെ തന്നെ നോക്കിയിരിക്കുന്നു. ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ എന്നൊക്കെ പൃഥ്വിനോട് അഷിത ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ എൻ്റെ പെണ്ണിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുകയാണെന്ന് പറഞ്ഞ് അഷിതയ്ക്ക് സിന്ദൂരമൊക്കെ ചാർത്തി കൊടുക്കാൻ പൃഥ്വി കൂടെ നിൽക്കുന്നു. അങ്ങനെ അഷിതയെ ഒരുക്കാനായി പൃഥ്വിയും ഒപ്പം നിൽക്കുകയും അഷിതയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിനും കൂടെ പൃഥ്വി എന്നും ഉണ്ടാകുമെന്ന് അഷിതയ്ക്ക് വാക്കുകൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഇനി അവർക്ക് വേണ്ടുന്ന ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകാനായിട്ട് ഞാനതൊക്കെ കാറിൽ കൊണ്ടുപോയി വെക്കാമെന്ന് പൃഥ്വി അറിയിച്ചു. അപ്പോഴേക്കും ദുർഗ ഉടനെ
അശ്വതി പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ തന്നെ എടുത്തു കൊണ്ടുവന്ന് വെച്ചോളാം. തൽക്കാലം പൃഥ്വി പോയി നിന്നു, കാറിനടുത്തേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും പൃഥ്വി പറഞ്ഞു, ധൃതിപ്പെട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വളരെ സാവധാനത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി. കാരണം ഇന്നത്തെ ദിവസം ഇനി വേറൊരു തിരക്കും എനിക്കില്ല. ഇന്നത്തെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ അക്ഷയ്ക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. വേറൊരു തിരക്കിലും ഞാൻ എൻഗേജ്ഡ് ആവില്ല എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തുകൊണ്ട് പൃഥ്വിയോട് അശ്വതിയോടുള്ള തന്റെ സ്നേഹമൊക്കെ അറിയിച്ച് പൃഥ്വി വേഗം പുറത്തേക്ക് പോയി. അപ്പോഴേക്കും അശ്വിത വേഗം തന്നെ പൃഥ്വിയുടെ അടുത്തേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഗിഫ്റ്റുകളെല്ലാം കയ്യിലെടുത്തതും അതിൽ ദുർഗയ്ക്ക് വേണ്ടി പൂർണിമ വാങ്ങിച്ചു വെച്ച ഗിഫ്റ്റ് അശ്വിത കൃത്യമായി മനസ്സിലാക്കി. അതെടുത്ത് അവിടേക്ക് മാറ്റി വെക്കണം. അങ്ങനെ ഇപ്പൊ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നില്ല. അങ്ങനെ അവൾക്കിപ്പം ഗിഫ്റ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ദുർഗയുടെ ഗിഫ്റ്റ് മാത്രം മനഃപൂർവ്വം ഒഴിവാക്കി വെച്ചിട്ട് ബാക്കി എല്ലാവർക്കുമുള്ള ഗിഫ്റ്റുമായിട്ട് അവിടെ നിന്ന് അശ്വിത പുറപ്പെട്ടു. അപ്പോഴാണ് കുട്ടേട്ടനും കിരണും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ദുർഗ എത്തിയത്. കുട്ടേട്ടനോട് കിരൺ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇതിനു മുമ്പ് അന്വേഷണം നടത്തിയ കാര്യങ്ങളൊക്കെ. അത് ഓരോ സ്ഥലത്തും ഓരോരോ രീതിയിലാണ് അന്വേഷണം നടത്താറുള്ളത്. മിക്കപ്പോഴും താൻ ആദ്യം ചെന്ന് സംസാരിക്കാറുള്ളത് തട്ടുകടയിലും മറ്റുമാണ്. അത് കഴിഞ്ഞ് പിന്നെ ബാർബർ ഷോപ്പിൽ. അങ്ങനെ അവിടെയൊക്കെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ മന്ദാകിനി കൊലക്കേസിന്റെ കാര്യത്തിൽ എന്തായി, എന്തേലും ലീഡ് കിട്ടിയോ എന്ന് കിരൺ ചോദിച്ചപ്പോൾ അതല്ലേ വലിയ രസം, മന്ദാകിനി ഒരു പുലി പിടിച്ചോണ്ട് പോയതാണെന്നും പാവം CI സാറ് വെറുതെ ആ മന്ദാകിനിയുടെ ഭർത്താവിനെ എടുത്തിട്ട് പൂശി, അതാണ് ആകെ കിട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് അവരങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദുർഗ അവിടേക്ക് എത്തിയത്. കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ദുർഗയെ കണ്ടതും കുട്ടേട്ടന് കിരണും കാര്യം അന്വേഷിച്ചു. ഇത് മട്ടനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാ മോളെ, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടേ ആ പൃഥ്വിക്ക് കൊടുക്കാനുള്ള സാധനം ഉണ്ടല്ലോ അത് കുറച്ചെടുത്ത് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വിമ്മോ മറ്റെന്തെങ്കിലും സോപ്പ് പൗഡറോ ഒക്കെ ഇട്ട് ഒന്ന് കലക്കി വെക്കണം. എന്നിട്ട് അവന് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് അതെടുത്തും കൊടുക്കണം. അതൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും അവൻ്റെ വയറിനകത്ത് കിടന്ന് അങ്ങോട്ട് കുത്തി ഇളകാൻ തുടങ്ങും. അപ്പോൾ നേരെ നമ്മൾ ചെന്ന് ആ ബാത്റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്ത് കീ എടുത്ത് മാറ്റി വെക്കണം. ഇത് കണ്ടതും ദുർഗ ചോദിച്ചു, അല്ല ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ ഉടനെ കുട്ടേട്ടനോട് ദുർഗ പറഞ്ഞു, അത് ശരി, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അന്വേഷിച്ചപ്പോ അവന് എന്തായാലും ടോയ്ലറ്റിൽ പോകാതെ വേറെ നിവൃത്തിയില്ലെന്ന അവസ്ഥയാകുമ്പോൾ അവനോട് ചോദിക്കണം എക്സ് ആരാണെന്നും മേനോൻ ആരാണെന്നും അതൊക്കെ പറഞ്ഞാൽ കീ തരാണെന്നും പറയണം. അപ്പൊ പിന്നെ അവൻ എക്സും മേനോനും അല്ല അതിനപ്പുറത്തുള്ള ആളുകളെ കുറിച്ച് വരെ പറഞ്ഞു തന്നിട്ട് വേഗം കീ മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്ന കാഴ്ച നമുക്ക് കാണാന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ഉടനെ ദുർഗയും കിരണും പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഇതാണോ കുട്ടേട്ടന്റെ കേസ് തെളിയിക്കുന്ന ഐഡിയ? എന്തായാലും ഇങ്ങനെ പോയാലേ പല കേസുകളും തെളിയിക്കാൻ കഴിയും. ഇത് കേട്ടുന്ന കിരൺ പറഞ്ഞു, ഇതിപ്പോ സ്കോട്ട്ലൻഡിലെ പോലീസുകാർ പോലും സ്കോട്ടിഷ് പോലീസ് പോലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ അത് കേട്ട കുട്ടേട്ടൻ ചോദിച്ചു, അതാരാ? സ്കോട്ട്ലൻഡിലെ പോലീസ് ടീമാണ് ഈ ലോകത്തിൽ തന്നെ വേൾഡിലെ തന്നെ ഫസ്റ്റ് ഒന്നാമത്തെ പോലീസ് ടീം എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഉടനെ കുട്ടേട്ടൻ ചോദിച്ചു, ഏതവനാ അങ്ങനെ പറഞ്ഞത്? അവനെ ഇങ്ങോട്ട് വിളിച്ചേ. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് പോലീസ് ടീം എന്ന് പറയുന്നത് കേരള പോലീസ് തന്നെയാ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്ന് പറഞ്ഞ് കുട്ടേട്ടൻ അങ്ങനെ മറുപടി പറഞ്ഞത് കേട്ട് ദുർഗയും കിരണും ചിരിച്ചുകൊണ്ട് തല കുലുക്കിക്കൊണ്ടങ്ങനെ നിന്നു. മോളിങ്ങി വന്നേ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോന്നു. ഈ സമയത്ത് അശ്വതയും പൃഥ്വിയും കൂടി നേരെ ചെറുക്കിലേക്ക് പോകാനായിട്ട് സാധനങ്ങളൊക്കെ നേരെ അവിടേക്ക് വന്നപ്പോൾ പൃഥ്വി ഫോണിൽ ആരോ സംസാരിക്കുന്നത് കേട്ടു. ഇന്നെന്തായാലും പറ്റില്ലെന്നും നാളെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അശ്വതി ചോദിച്ചു, അതെന്താ, ഇന്നെന്തേലും ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ സാരമില്ല, അത് കഴിഞ്ഞ് നമുക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടതും പൃഥ്വി പറഞ്ഞു, അത് ശരിയാവില്ലടോ, കാരണം ഇന്നത്തെ ദിവസം ഞാൻ തനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക എന്ന് പറഞ്ഞല്ലോ, അതങ്ങനെ തന്നെയാണ്. പിന്നെ അതുമല്ല, നമ്മൾ ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുന്നതല്ലേ, അപ്പൊ പിന്നെ അവരെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ലേറ്റായിട്ട് ചെന്നിട്ട് എനിക്കൊരൽപ്പം തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേടോ എന്ന് പൃഥ്വി അശ്വതിയോട് അറിയിച്ചു. അങ്ങനെ അവർ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും അവിടേക്ക് ചന്ദ്രമതിയും നീരജയും കൂടി എത്തി. എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, നിങ്ങൾ പോകാൻ ഇറങ്ങുമല്ലേ, എന്തായാലും അവിടുന്ന് കുറെ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇപ്പോ അവർക്ക് കൊടുക്കാനായിട്ട് വാങ്ങിയ ഗിഫ്റ്റുകളൊക്കെ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? എന്തായാലും അവരൊത്തിരി ഗിഫ്റ്റ് കൊണ്ട് തന്നുകൊണ്ട് തിരിച്ചും അതുപോലെ തന്നെ കൊണ്ടുപോയി കൊടുക്കാതിരിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതിന് ശേഷം വളരെ ഗൗരവത്തോടെ പൃഥ്വിയുടെ അടുത്തേക്ക് വന്ന് അശ്വത പറഞ്ഞു, അന്ന് പൂർണിമ ചേച്ചി ഇവിടെ നിന്നൊന്നും മേടിച്ചുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ വീട്ടുകാരൊന്നും കൊണ്ടുവരാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ ചന്ദ്രമതി പറഞ്ഞു, എന്തായാലും അവിടുന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതെല്ലാം തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഇവിടെ ഇരുന്ന് ആരും അത് കഴിക്കാൻ പോകുന്നില്ല.
വെറുതെ ആയി പോവും. അവിടെയാണെങ്കിൽ അത് പിന്നെ വെറുതെ ആവില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും പൃഥ്വി പറഞ്ഞു, ഏയ് അത് വേണ്ട, അത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, അല്ല നിങ്ങൾ പോയിട്ട് എപ്പോഴാ വരുന്നത്? ഉടനെ പൃഥ്വി ചന്ദ്രമതി ചോദിച്ചത് കേട്ട് അശ്വതിയോട് ചോദിച്ചു, എടോ നമ്മൾ എപ്പോഴാണ് അവിടെ തിരിച്ചു വരുന്നത്? അത് കേട്ടപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, അത് ശരി, 1-2 ദിവസമേ ആയിട്ടുള്ളൂ, അപ്പോൾ തന്നെ നീ ഒരു പെൺകൊന്തനായി പോയല്ലോടാ എന്ന് പറഞ്ഞ് പൃഥ്വിയെ കളിയാക്കുമ്പോൾ അത് കേട്ട് നിന്ന നീരജ പറഞ്ഞു, അല്ല ആൺകുട്ടികൾ തീരുമാനം എടുക്കേണ്ടടുത്ത് ഇവിടെ ഇപ്പോ ഭാര്യയുടെ തീരുമാനം കേട്ടിട്ട് അത് പറയാൻ നിൽക്കുന്ന കണ്ടപ്പോ ശരിക്കും മുമ്പൊക്കെ നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോ അതൊന്നും ഇല്ലാതായത് കൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞതും അത് കേട്ട് നഴ്സ പറഞ്ഞു, അതെ പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഒന്നും സംസാരിച്ച് തീരുമാനം എടുക്കാറുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്ന് ഭാര്യയ്ക്കും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഭർത്താവ്. എന്ത് തീരുമാനം എടുത്താലും രണ്ടുപേരും ആലോചിച്ചാണ് ഒരു തീരുമാനത്തിലെത്തുക. അങ്ങനെ ഒരു തീരുമാനത്തിനും അങ്ങനെ ഒരു കൺസിഡറേഷൻ ഭാര്യയ്ക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിനും അതിനെക്കുറിച്ച് മറ്റൊരു കണ്ണിലൂടെ കണ്ടാൽ അത് ഒരു പെൺകോന്തനാണ് അങ്ങനെയുള്ള പുരുഷനെന്ന് പറയുന്നവരുടെ കണ്ണിനാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അഷിത മറുപടി നൽകിയത് കേട്ട് നീരജയും ചന്ദ്രമതിയും ആകെ തലകുനിച്ചിരുന്നു. ഉടനെ പൃഥ്വി പറഞ്ഞു, എന്തായാലും നമുക്ക് ഇറങ്ങാടോ എന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് പൃഥ്വിയെയും വിളിച്ചുകൊണ്ട് അഷിത പുറത്തേക്ക് ഇറങ്ങി. രണ്ടുപേരും കൂടി അവിടെ നിന്ന് പുറത്തേക്ക് പോയതും നേരെ ചിറക്കലേക്ക് അവർ വന്നിറങ്ങിയതോടെ ചിറക്കലെത്തിയ അവരെ സ്വീകരിക്കാനായിട്ട് വളരെ സ്നേഹത്തോടെ കാത്തു നിൽക്കുകയായിരുന്നു നീരജയും മറ്റുമൊക്കെ. നീരജ അവിടേക്ക് വന്നതും ഗിരിജയും വസുമതിയും അശ്വ വന്നിറങ്ങിയത് കണ്ട് സന്തോഷത്തോടെ അരികിലേക്ക് എത്തി ചേർത്ത് പിടിച്ചു. സന്തോഷപൂർവ്വം മകളെ ചേർത്ത് പിടിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗം തന്നെ അവിടേക്ക് ദേവനും സൗദാമിനി അമ്മയും കൂടി എത്തി. അല്ല ഇതെന്താ ഇവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അഞ്ജനയും കൂടി അവിടേക്ക് ഓടി വരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ അവരകത്തേക്ക് സ്വീകരിക്കുമ്പോൾ ഹായ് അളിയ എന്ന് പറഞ്ഞ് അഭിയും കൂടി അവിടേക്ക് ഓടിയെത്തുന്നു. എന്നിട്ട് പൃഥ്വിനെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുകയാണ്. എൻ്റെ പൊന്നളിയ, അളിയൻ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് പൃഥ്വിയെ എടുത്ത് പൊക്കി ഉയർത്തുകയാണ് അഭി. അപ്പോഴേക്കും ഉടനെ അശ്വത പറഞ്ഞു, ഒരളിയനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഇപ്പോ ബാക്കിയുള്ളവരൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞതും നീ എന്റെ പിന്നാര ചേച്ചിയല്ലേടി എന്ന് പറഞ്ഞ് അശ്വതയെയും പൃഥ്വിയെയും ചേർത്ത് പിടിച്ചു. ദേവൻ പറഞ്ഞു, എന്നാ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞതും ഇതെന്താ അളിയെ വാങ്ങിച്ചിരിക്കുന്നത്, ഇതൊക്കെ ഞാൻ എടുത്തോളെങ്കിൽ പോരെ എന്ന് പറഞ്ഞ് ഗിഫ്റ്റും എല്ലാം ആയിട്ട് വേഗം അവരകത്തേക്ക് കയറി. ഈ സമയത്ത് കിരൺ വേഗം ദുർഗയുടെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ അവർ വന്നെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് കിരൺ ദുർഗയെ സഹായിച്ചുകൊണ്ട് നിന്നതിൽ വേഗം തന്നെ അവരെല്ലാവരും എത്തിയെന്നറിഞ്ഞതും പെട്ടെന്ന് അവിടുന്ന് കിരൺ പുറത്തേക്ക് പോയി. ഇത് അശ്വത വീട്ടിലേക്ക് കയറി വന്നതും പൃഥ്വിയും അശ്വതയും കൂടി അവർക്കെല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് വേഗം കൊടുത്തു. എല്ലാവർക്കും ആളാം വീതം പറഞ്ഞ് അത് കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞതും സൗദാമിനിയമ്മ ചോദിച്ചു, അല്ല ദുർഗമ്മോൾക്കൊന്നും വാങ്ങിച്ചില്ലേ? അത് കേട്ടതോടെ ദുർഗമ്മൾക്ക് ഒന്നും തന്നെ ഇല്ല എന്ന് അശ്വത മറുപടി പറഞ്ഞു. അവൾക്ക് വേണ്ടി വല്ലതും വാങ്ങിക്കാൻ എനിക്ക് തോന്നിയില്ല, അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വസുമതി പറഞ്ഞു, എന്തായാലും അശ്വിക്കും പൃഥ്വിക്കും അവൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് തോന്നിയില്ല. തോന്നിയില്ലാത്തത് ഓർത്ത് ഇനിയിപ്പോൾ അമ്മ അതിനെ ചോദ്യം ചെയ്യുകയൊന്നും വേണ്ട. വിവാഹത്തിന് എന്തെല്ലാം സാധനങ്ങൾ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാ എന്ന് ചോദിച്ചപ്പോൾ സൗദാമിനി ചോദിച്ചു, നിനക്കും അന്നേരം വാങ്ങിച്ചു തന്നല്ലേ ഗിരിജയെ, പിന്നെ എന്തിനാ ഇപ്പൊ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഗിരിജ പറഞ്ഞു, അവളെ പോലെയാണോ ഞാൻ അവളുടെ ഒരേ ഒരു അപ്പച്ചിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സൗദാമിനിയമ്മ പറഞ്ഞു, ഇവളുടെ ചേച്ചി തന്നെയാണ് ദുർഗ. ഇവിടെയുള്ള എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിക്കാതിരുന്നത് വളരെ മോശമായിപ്പോയി, അവളതറിയുമ്പോൾ എത്ര വേദനിക്കും എന്ന് പറഞ്ഞതും ദുർഗയോട് അങ്ങനെ ഒരു നീരസം എല്ലാവർക്കും മനസ്സിലാക്കിയ ഉടനെ വസുമതി പറഞ്ഞു, അതെ എന്തായാലും ഇനി ഇക്കാര്യത്തെ ചൊല്ലിയൊരു സംസാരമൊന്നും വേണ്ട. അപ്പോഴേക്കും അശ്വത പറഞ്ഞു, ഇനി വരുമ്പോൾ നോക്കാം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ എന്ന് പറഞ്ഞപ്പോൾ വസുമതി ചോദിച്ചു, അല്ല ഇവർക്ക് വേണ്ടി ഒന്നും എടുത്തില്ലല്ലോ? ഉടനെ ഗിരിജ പറഞ്ഞു, ഞാൻ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം നാത്തൂനെ എന്ന് പറഞ്ഞു. ശരി, ഞാൻ ഇവരെ കണ്ട സന്തോഷത്തിലെ ആ കാര്യം പറയാൻ മറന്നുപോയി, വേഗം ചെന്ന് ഗിരിജ എന്ന് ജ്യൂസ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർക്കുള്ള ജ്യൂസ് ഗ്ലാസ്സുകളിലേക്ക് ആക്കി ദുർഗ വെച്ചേക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തി ഗിരിജ ചോദിച്ചു, നീ ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണല്ലോ അല്ലേ? അല്ല ഇതിനകത്ത് നീ പ്രത്യേകിച്ചൊന്നും കലർത്തിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഇല്ല അപ്പച്ചി എന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ട് ദുർഗ പോകാൻ തുടങ്ങുമ്പോൾ ഗിരിജ പറഞ്ഞു, വേണ്ട ഇത് ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തോളാം. അത് പിടിച്ചു വാങ്ങിച്ച് പോകാൻ തുടങ്ങുമ്പോഴേക്കും കൂടെ പോകുന്ന ദുർഗയോട് ചോദിച്ചു, അല്ല നീ ഇതെങ്ങോട്ടാ വരുന്നേ? അല്ല അശ്വതയൊന്ന് കാണാൻ എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ കാണാനൊന്നുമില്ല, അവൾ ഇവിടുന്ന് പോയിട്ട് 1-2 ദിവസമല്ലേ ആയുള്ളൂ, വിവാഹം കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അതിനിപ്പുറം വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല, പഴയതുപോലെ തന്നെ അവൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് വരികയേ വേണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്കിക്കോ. അല്ല ഇതിൽ നീ പ്രത്യേകിച്ചൊന്നും കലർത്തിയിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അതെന്താ അപ്പച്ചി അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞതും അല്ല നിനക്ക്
അശ്വതിയോടുള്ള അസൂയ എത്രത്തോളമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, നീ ഇതിൽ വല്ലതും കലർത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ടാ ചോദിച്ചത്. നിന്റെ അമ്മയുടെ സ്വഭാവം നീ കാണിക്കാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഗിരിജ ദുർഗയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജ്യൂസുമായിട്ട് വേഗം ഹാളിലേക്ക് എത്തി. അപ്പോഴേക്കും അശ്വതിക്ക് ജ്യൂസ് കൊടുത്തതിന് ശേഷം പൃഥ്വി ജ്യൂസ് എടുത്തതും അഭിഷേക് പറഞ്ഞു, അതെ ഇനി വന്നേ അളിയ, അളിയനെ എൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം, ഈ ജ്യൂസ് ഞാൻ കുടിച്ചോളാം അളിയ എന്ന് പറഞ്ഞ് ജ്യൂസും വാങ്ങിച്ചുകൊണ്ട് അഭിഷേക് പൃഥ്വിയെ വിളിച്ച് വേഗം മുകളിലേക്ക് പോയി. ഈ സമയത്ത് ദൈവം പറഞ്ഞു, അതെ ദുർഗമോൾക്ക് വേണ്ടി ഒന്നും വാങ്ങിക്കാതെ വന്നത് ശരിയായില്ല അശി. ദുർഗമോള് നിന്റെ ചേച്ചിയാ, അത് നീ മറക്കരുതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വസുമതി പറഞ്ഞു, അതെ അവളെ ആർക്കും തന്നെ യാതൊരു താല്പര്യവും ഇല്ല. ആ അന്നത്തെ വിവാഹ ദിവസം തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായെന്നുള്ള കാര്യം എല്ലാവരും മറന്നുപോയോ എന്നൊക്കെ വസുമതി ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ സൗദാമിനി പറഞ്ഞു, നിങ്ങളെല്ലാവരും കാണിക്കുന്നത് വളരെ മോശം കാര്യം തന്നെയാണ്. ഈ കുടുംബത്തെ ഒരംഗം തന്നെയാ ദുർഗമോള്, അത് മറക്കണ്ട എന്ന് സൗദാമിനിയും ഗൗരവത്തോടെ അറിയിച്ചു. അപ്പോഴാണ് നേരെ റൂമിലേക്ക് വന്ന പൃഥ്വിയോട് വിശേഷങ്ങളെ അഭിഷേക് പറയുന്നത്. പിന്നെ പഴയതുപോലെ ഗോപ്രോ ഒന്നും വെച്ച് വീഡിയോ ഒന്നും എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇപ്പോൾ ഗോപ്രോ കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് താനിപ്പോൾ പഴയതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ കറങ്ങാൻ പോകാറില്ല, ഞങ്ങൾ ചെറിയൊരു അപകടത്തിൽ ചെന്ന് പെട്ടായിരുന്നോ എന്ന് പറഞ്ഞ് അഭി തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പൃഥ്വിയോട് പറയാൻ തുടങ്ങി. അത് പിന്നെ വലിയ പ്രശ്നമായി, പിന്നെ എക്സ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സോ എന്ന് പൃഥ്വി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് ദുർഗ എത്തിക്കഴിഞ്ഞു. ആ അതെ, പിന്നെ ഇവരുടെ എക്സാമിൻ്റെ കാര്യം അവൻ പറഞ്ഞത്, അവരെല്ലാവരും പിന്നെ എക്സാമിന് വേണ്ടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി റിസൾട്ട് വരാൻ പോവല്ലേ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ ദുർഗ അറിയിച്ചു. അഭിഷേകിന്റെ നാവിൽ നിന്ന് സത്യങ്ങളൊന്നും പുറത്തു പോരുന്നും പ്രത്യേകിച്ച് പൃഥ്വിയുടെ അടുത്തേക്ക് ആ കാര്യങ്ങൾ ചെല്ലാൻ പാടില്ല എന്നത് നിർബന്ധമുള്ളത് കൊണ്ട് അഭിഷേക് തുറന്നു പറയാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് വിലക്കിട്ടുകൊണ്ട് അവിടേക്ക് ദുർഗ വന്നതും ദുർഗ അഭിഷേകിനെ മാറ്റി നിർത്തി അന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ആരോടും പറഞ്ഞേക്കരുത് എന്ന് ദുർഗ അഭിഷേകിനെ താക്കീത് ചെയ്യുന്നു. ഇല്ലേ ചേച്ചി, ഇനി ഞാൻ അങ്ങനെ അബദ്ധത്തിൽ പോലും പറയില്ല എന്ന് ദുർഗയോട് അഭിഷേകും വാക്ക് നൽകുന്നു.